മത്സ്യഗന്ധ എക്സ്പ്രസ്സിന് കയറി നമ്മൾ മുംബൈക്ക് പോവാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മംഗളൂരു സെൻട്രലാണ്. മംഗളൂരു സെൻട്രലിൽ നിന്നും മുംബൈ LTTയിലേക്ക് പോകുന്ന മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മുടെ ഭുജ് യാത്രയുടെ സെക്കൻഡ് എപ്പിസോഡാണ് ഇത്. ശരിക്കും ഭുജ് യാത്ര എന്ന് വിളിക്കാൻ പറ്റത്തില്ല, കാരണം ഭുജ് മാത്രമല്ല നമ്മൾ പോകുന്നത്, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, പല ട്രെയിനുകളിലായിട്ട്. അപ്പം ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ്സിൽ നമ്മൾ നേരെ കയറി മുംബൈ LTTയിലേക്ക് പോവാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മംഗളൂരു സെൻട്രലിൽ മത്സ്യഗന്ധ കയറാൻ വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ 2 മത്സ്യഗന്ധ ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞു തരാക്കില്ല. അത് വണ്ടിയെങ്ങാനും മാറിക്കയറിയാൽ നിങ്ങൾ തിരുവനന്തപുരം പോയി ഇറങ്ങേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവിടെ സംഭവം എങ്ങനെയെന്ന് വെച്ചാൽ, രാവിലെ വരുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ഉണ്ട്, അതാണ് മറ്റേ മംഗലാപുരം തിരുവനന്തപുരമായിട്ട് ഉച്ചയായിട്ട് പോകുന്നത്. പിന്നെ രാവിലെ ഒരു 11 മണി കഴിഞ്ഞ് വരുന്ന തിരുവനന്തപുരം മംഗലാപുരം ഉണ്ട്, അതാണ് മത്സ്യഗന്ധമായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ കയറണമെങ്കിൽ നിങ്ങൾ അത് നോക്കി മത്സ്യഗന്ധയിൽ പോയി കയറുന്നത്. കാരണം ഇവർ ചിലപ്പം വന്ന ഉടനെ ട്രെയിൻ ബോർഡ് മാറ്റണം എന്നൊന്നുമില്ല. അപ്പോൾ ആകെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാന്ന് തോന്നുന്നു മറ്റേ മംഗലാപുരം ട്രിവാൻഡ്രം എക്സ്പ്രസ് ഈ കിടക്കുന്നത്. മത്സ്യഗന്ധ അപ്പുറത്താണ്, ഇത് തിരുവനന്തപുരം മംഗലാപുരം. അപ്പോൾ ഇതിൽ കയറണ്ട, ഇതിൽ കയറി അവിടെ തിരുവനന്തപുരം പോയി ഇറങ്ങത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ മത്സ്യഗന്ധയിൽ കയറാം. ഈ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതാണ് മത്സ്യഗന്ധയുടെ റേക്ക്, അപ്പുറത്തെ മംഗലാപുരം എക്സ്പ്രസിൻ്റെ റേക്ക്. വണ്ടി വിടാൻ ഇനി ഒരു 2 മണിക്കൂർ. ഇപ്പോഴേ ഇതിനകത്ത് ആൾക്കാരൊക്കെ കയറിയിരുന്ന് തുടങ്ങി, കാരണം ഇതിന് ജനറലൊക്കെ ഫുള്ളാണ്. ഇവിടെ നിന്ന് മുംബൈക്ക് വന്നൊരു പ്രസ്റ്റീജിയസ് വണ്ടിയാണ് ഈ മത്സ്യഗന്ധ എന്ന് പറയുന്നത്. ഫെബ്രുവരി മുതൽ ഈ മത്സ്യഗന്ധ LSP ആയിട്ട് ഓടി തുടങ്ങും കേട്ടോ, നല്ല പുതുപുത്തൻ കോച്ചുകളുമായിട്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം മത്സ്യഗന്ധ LSP ആകുമ്പോൾ ഈ തിരുവനന്തപുരം മംഗലാപുരം LSP ആകും. ഈ വണ്ടി മുംബൈക്ക് പോകുമ്പോൾ ഇതിൻ്റെ AC വരുന്ന ബാക്കിലാണ്. 4 ത്രീറ്റർ ഉണ്ട് കേട്ടോ, B4 B3 എന്നൊക്കെ പറഞ്ഞ്. ഞാൻ സ്ലീപ്പറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മെയിനായിട്ട് സ്ലീപ്പർ എടുക്കാൻ കാരണം, ഞാൻ സ്ലീപ്പർ എടുക്കുന്ന ആകെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ, മാക്സിമം പോയ മുംബൈ വരെ. കാരണം സ്ലീപ്പറിൽ നമുക്ക് കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, നല്ല വൈബാണ് ഈ സൗത്ത് ഇന്ത്യയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. നോർത്ത് ഇന്ത്യയിൽ പോയ സ്ലീപ്പർ അറിയാമല്ലോ, ശോകമാണ്. 4 ത്രീറ്റർ കഴിഞ്ഞാൽ പിന്നെ 2 AC 2 ടയർ ഉണ്ട് കേട്ടോ. ഇതിന് ഫസ്റ്റ് ക്ലാസ് ഒന്നുമില്ല, 2 2 ടയർ 4 ത്രീറ്റർ. ഏറ്റവും കൂടുതലുള്ള സ്ലീപ്പറാണ്, 11 സ്ലീപ്പറുണ്ട് ഈ വണ്ടിക്ക്. ഇതാണ് നമ്മളെ സ്ലീപ്പർ. അയ്യോ, തകരപ്പാട്ട പോലത്തെ കോച്ചായി. മത്സ്യഗന്ധയുടെ എല്ലാം മോശം കോച്ചാണ് കേട്ടോ. 2001 മെയ്ഡൊരു സ്ലീപ്പർ, 2001. അയ്യോ, എൻ്റെ പ്രായമുണ്ട് ഈ ഒരു സ്ലീപ്പറിൻ്റെ. ദൈവമേ, അയ്യോ. അതൊക്കെ ബാത്റൂമൊക്കെ കഴുകിയിട്ടേക്കുന്നു, സോപ്പൊക്കെ തേച്ച്, വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ബർത്ത് എന്ന് പറഞ്ഞാൽ സൈഡ് അപ്പറാണ്. സൈഡ് ലോവർ എനിക്ക് ഇത്തവണ കിട്ടിയില്ല. ഞാൻ 2 തവണ ബുക്ക് ചെയ്ത് സൈഡ് ലോവർ കിട്ടിയില്ല. സൈഡ് അപ്പറ കിട്ടി. സൈഡ് അപ്പറുണ്ട് ഈ 40 ഈ ബർത്താണ് കേട്ടോ. സൈഡ് ലോവർ കിട്ടുമോ നോക്കാം, മാക്സിമം. കിട്ടിയില്ലെങ്കിൽ അപ്പുറം കിടക്കേണ്ടി വരും. ശോകം കോച്ചാട്ടോ, ഇതുകൊണ്ട് ഇളകി പറഞ്ഞിരിക്കുന്നുണ്ട്. ദൈവമേ, അവിടെ ഇവിടെയൊക്കെ കൊണ്ട് സെപ്റ്റിക്കാവും കേട്ടോ. ഇതാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്ന S9 കോച്ചിൻ്റെ അവസ്ഥ കണ്ട. ഇതിൻ്റെ ഡോറ് കാണിച്ചു തരാം. ഡോറ് തുരുമ്പിച്ച് നോക്ക്, തകരപ്പാട്ട്. എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ബാത്റൂമൊക്കെ കുഴപ്പമില്ല, അവർ സോപ്പൊക്കെ തേച്ചിട്ടേക്കുക, കഴുകിയിട്ടില്ല. ഞാൻ ലോക്ക് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വരെ വന്നതാണ്. നമ്മുടെ കോച്ച് ട്രെയിനിൻ്റെ ഏകദേശം മിഡിൽ പോർഷനിലായിട്ട് നമ്മുടെ S9 വരുന്നത്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്, ഇവിടെ നമ്മുടെ മത്സ്യഗന്ധയുടെ ലോക്കോ. ആരക്കോണം ഷെഡിൻ്റെ ഒരു WP4 ലോക്കമാണ്. മത്സ്യഗന്ധയുടെ നെയിം ബോർഡൊക്കെ കണ്ടോ, ശോകം നെയിം ബോർഡ് കണ്ടോ. അയ്യോ, ഇതിനി എല്ലാം മാറ്റുന്നത് മിക്കവാറും LSP ആയിട്ടായിരിക്കും, അതുവരെ ഈ പഴയതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആരക്കോണം WP4 ആണ് നമ്മളെ മുംബൈ LTT വരെ കൊണ്ടുപോകുന്നത്. ഈ മത്സ്യഗന്ധയ്ക്ക് ഇന്ന ലോക്കോനൊന്നുമില്ല, പല ലോക്കോ ഒക്കെ പോകും. ചിലപ്പോൾ നോക്കുകയാണെങ്കിൽ ഭുസാവലിലൊക്കെ ലോക്കോ കയറി പോകുന്നതാണ്. ഭുസാവൽ എന്ന് പറഞ്ഞാൽ സെൻട്രൽ റെയിൽവേയുടെ തന്നെ ഒരു ലോക്കോ ഷെഡാണ് ഭുസാവൽ. അപ്പോൾ അതിൻ്റെ ലോക്കോയും പോകുന്നതാണ്. പിന്നെ ആരക്കോണത്തിൻ്റെ ഈ റോഡിൻ്റെ അങ്ങനെ പല ഷെഡിൻ്റെയും ലോക്കോ ഒക്കെ ഈ മത്സ്യഗന്ധയ്ക്ക് പോകാറുണ്ട്. ഈ കിടക്കുന്ന ഡീസൽ ലോക്കോ ഉണ്ട്. ഇത് ഇവിടെ നിന്നൊരു സ്പെഷ്യൽ ഉണ്ട്, അത് രാവിലെ വന്നതാണ്. മറ്റേ വിജയാപുരം ഉണ്ടല്ലോ, ബിജാപ്പൂർന്ന് മംഗലാപുരം വരെ വന്നൊരു സ്പെഷ്യലിൻ്റെ ലോക്കോ ആണ് കേട്ടോ, ഹുബ്ബള്ളി WP4D. മംഗലാപുരത്തിന് ശരിക്കും 2 വണ്ടിയുണ്ട് മുംബൈക്ക് ഡയറക്റ്റ് പോകുന്നത്. ഒന്ന് മംഗലാപുരം ജംഗ്ഷനിൽ നിന്നാണ്, അത് സെൻട്രൽ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഒരു മംഗലാപുരം ജംഗ്ഷൻ മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ്. അത് നമ്മൾ പോകുന്നതിന് തൊട്ട് മുമ്പ് അത് പോകും, എന്നിട്ട് അത് വെളുപ്പിനെത്തും. അത് സൂപ്പർ ഫാസ്റ്റ് ആണ്. ഇതും സൂപ്പർ ഫാസ്റ്റ് തന്നെയാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പാലക്കാട് ഡിവിഷനാണ്, പക്ഷേ റേക്ക് തിരുവനന്തപുരത്തിൻ്റെയാണ്. ഓപ്പറേഷനൊക്കെ പാലക്കാടാണെങ്കിലും ഈ റേക്ക് ഫുള്ള് ട്രിവാൻഡ്രം ഡിവിഷൻ്റെ ആട്ടോ. മുന്നിലും ബാക്കിൽ 2 ജനറൽ ഉണ്ട് കേട്ടോ ഈ ഒരു മത്സ്യഗന്ധയ്ക്ക്. ഇവിടെ എല്ലാം നോക്ക്, എല്ലാം എന്തോ ചെളിയാന്ന് നോക്കും. ഓരോ കോച്ചിലൊക്കെ ഭയങ്കര മോശം കോച്ചാട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. ചില കോച്ചുകളൊക്കെ പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ചില കോച്ചൊക്കെ ഭയങ്കര പുറത്തോടെ കാണാനൊക്കെ ഫുള്ള് പൊടി. എന്ത് കോച്ചാ നോക്കണേ, ഇത് കണ്ടോ, മുകളിൽ കണ്ടോ, ഇത് എന്ത് സംഭവം, ഇത് പ്ലൈവുഡ് അടിച്ച് കയറ്റി വെച്ചേക്കുക. പിന്നെ ഇവിടെ കണ്ടോ, ഇത് പഴയ സ്വിച്ച്,
ഇത് 2024 ട്രെയിനൊക്കെ 2001 വൈബാണ്. 2001 കോച്ചാണല്ലോ, അത് വേറെ കാര്യം. ഈ ഷട്ടർ ഉണ്ടോ, ഈ ഷട്ടറൊക്കെ ദേഹത്ത്, ഈ ഷട്ടറൊക്കെ ഇവിടെ വയ്ക്കാതെ കയ്യിലൊക്കെ വീണാലേ തീർന്ന്. ഇത് കണ്ടാ എന്ത് ഉണ്ടാ, എൻ്റെ ദൈവമേ ദ്രവിച്ച് ഒരു പരുവായി. എങ്ങനെ ഓടുന്നു എന്തോ ഈ വണ്ടി. എൻ്റെ ദൈവമേ അത്രയും LSP വന്ന് ഫെബ്രുവരിയിൽ LSP വരുന്നേ, അത്രയും മാസം കൂടെ സഹിക്കണമെങ്കിൽ. ഇപ്പം എല്ലാം മനസ്സിലായത് ഈ കോച്ചിൻ്റെ അവസ്ഥ കണ്ടിട്ട്. ഈ ഇവിടെയുള്ള ആൾക്കാർ, ഈ കൊങ്കൺ ഏരിയയിലുള്ള ആൾക്കാർ, കന്നഡക്കാർ, പിന്നെ മഹാരാഷ്ട്രയുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നുണ്ട് ഈ മത്സ്യഗന്ധ പൊട്ട കോച്ചാണ്, ഭയങ്കര മോശം കോച്ചാണ്, മാറ്റണം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും മനസ്സിലായി. ഭയങ്കര മോശമാണ് ഈ കോച്ച്. എന്താണോ എന്തോ. അത് തിരുവനന്തപുരം ഡിവിഷനൊക്കെ സാറിന് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടികളുടെയൊക്കെ കോച്ച് ശരിക്കും അത്യാവശ്യം കൊള്ളാവുന്നതാണ്. ഇത് ഒരു പിടുത്തമില്ല എന്താണെന്ന്. മംഗലാപുരത്തുള്ള ആൾക്കാരുടെ ലൈഫ് ലൈൻ വണ്ടിയാണ് കേട്ടോ ഈ ഒരു മത്സ്യഗന്ധ എന്ന് പറയുന്നത്. 1998 കൊങ്കൺ റെയിൽവേ ഒക്കെ തുടങ്ങിയ പിന്നെയാണ് ഈ ഒരു മത്സ്യഗന്ധ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് മത്സ്യഗന്ധ എന്നൊരു പേര് വീഴാൻ കാര്യം, മത്സ്യഗന്ധ ഒഫീഷ്യൽ പേരാണ്, ഐലൻഡ് പോലത്തെ വിളിപ്പേരൊന്നുമല്ല. ഇത് ട്രാവൽ ചെയ്യുന്നത് ഫുള്ള് കൊങ്കൺ കോസ്റ്റ് വഴിയാണല്ലോ, അതായത് ഇന്ത്യയുടെ വെസ്റ്റ് സൈഡിലുള്ള കോസ്റ്റിൽ കൂടെയാണ് ഈ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണ് മത്സ്യഗന്ധ എന്ന പേര് വരാൻ കാര്യമെന്നും പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഹിസ്റ്ററി, കുറേ മഹാഭാരതത്തിൽ എന്തൊക്കെയോ റിലേറ്റഡ് സംഭവങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റ് എനിക്കറിയത്തില്ല എന്താണെന്ന് പേര് വരാൻ കാര്യം. ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ പാലക്കാട് ഡിവിഷൻ ആണെങ്കിൽ ഇതിൽ ക്രൂ, അതായത് ഇവിടെ നിന്ന് കയറുന്ന ലോക്കോ പൈലറ്റും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റൊക്കെ കൊങ്കൺ റെയിൽവേയുടെ ആയിരിക്കും കേട്ടോ. അവർ മിക്കവാറും മഡ്ഗാവ് വരെ വർക്ക് ചെയ്യുകയായിരിക്കും. മഡ്ഗാവ് നമ്മളൊരു 8 മണിയാകുമ്പോൾ എത്തും. നമ്മൾ രാവിലെ ഒരു ഓൺ ടൈം ആണെങ്കിൽ ഒരു 6:45-7 മണി റേഞ്ചിൽ നമ്മളിവിടെ മുംബൈ LTTയിലെത്തും, അല്ലെങ്കിൽ അതും കഴിയും. മിക്കവാറും ഓൺ ടൈം എത്തും. മത്സ്യഗന്ധയുടെ സ്റ്റോപ്പൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ നമ്പർ 1220 എന്നാണേ. ഇവിടെ നിന്ന് വിടുമ്പോൾ 2-3 സ്റ്റോപ്പുണ്ട്. സുറത്കലും മുൽക്കിയുണ്ട്. നമ്മുടെ താഴത്തെ ആൾ, സൈഡിലോറുടെ ആൾ കയറുന്ന മുൽക്കി എന്നാണ്. മുൽക്കിന് താനെ വരെ ഉണ്ട്. ആ പുള്ളിയാണോ പുള്ളിക്കാരാണെന്ന് അറിയത്തില്ല. അപ്പോൾ മുൽക്കി തന്നെ. പിന്നെ ഉടുപ്പി, ബർക്കൂർ, കുന്താപുര, ബൈൻഡൂർ, ഭട്കൽ, മുരുഡേശ്വർ, ഹൊനാവർ, കുംത, കുറേ സ്റ്റോപ്പുണ്ട്. മഡ്ഗാവ് വരെ സ്റ്റോപ്പുണ്ട് അത്യാവശ്യം. പിന്നെ അങ്ങോട്ട് കുറവാണ് കേട്ടോ. മഡ്ഗാവ് വരെ ഇഷ്ടം പോലെ സ്റ്റോപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഡേ ടൈമിന് മൂകാംബിക പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് വണ്ടി മത്സ്യഗന്ധ എന്ന് പറയുന്നത്. കറണ്ട് ബുക്കിംഗ് ഇഷ്ടം പോലെ കിട്ടും ഇവിടെ നിന്ന് മൂകാംബിക വരെ. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ഏലും വണ്ടിക്ക് കയറി മംഗലാപുരം വന്നാൽ ഇവിടെ നിന്ന് മൂകാംബികയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കിട്ടും. ഇതിപ്പോൾ ഇവിടെ നിന്ന് 2:20 പുറപ്പെട്ടിട്ട് വൈകിട്ട് ഒരു 4:40 ആകുമ്പോൾ ഈ വണ്ടി മൂകാംബിക എത്തും. സൈഡപ്പറാണെങ്കിൽ ആകെ ആശ്വാസം എന്ന് പറയുന്നത് കോച്ചിന് നടുക്ക. കോച്ചിന് ഡോർ സൈഡിലൊന്നും കിട്ടിയൊന്നുമില്ല, കറക്റ്റ് ഒത്ത നടുക്ക കിട്ടിയ 40. നീട്ടൊരു ഹോണ് നമ്മുടെ ലോക്കോ പൈലിൽ അടിച്ചിരിക്കുകയാണ് 1 മിനിറ്റ് മുമ്പേ. അതായത് ആൾക്കാരെല്ലാം കൂടെ കയറാൻ വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഒരു ഹോണോട് അടിക്കും. കൃത്യം 2:20 നമ്മുടെ മത്സ്യഗന്ധ എക്സ്പ്രസ് ഇവിടെ മംഗളൂരു സെൻട്രലിൽ നിന്നും ലോക്മാന്യ തിലകിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പ് സുരത്കലാണ്. സുരത്കൽ, മുൽക്കി, ഉടുപ്പി, ഇങ്ങനെ മഡ്ഗാവ് വരെ അത്യാവശ്യം നല്ല സ്റ്റോപ്പുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. ഇപ്പുറത്ത് കിടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റേ മംഗലാപുരത്ത് നിന്ന് വിജയാപുര പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ് കേട്ടോ. അത് ഡീസലാണ്, മറ്റേ സുബ്രഹ്മണ്യ വഴി പോകുന്ന വണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ മത്സ്യഗന്ധ ഒരു മെയിൻ ലൈനിൻ്റെ കയറുകയാണ്. അതായത് കാസർഗോഡ് നിന്ന് മംഗലാപുരം ജംഗ്ഷനിലേക്ക് പോകുന്ന മെയിൻ ലൈനിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇനി മംഗലാപുരം ജംഗ്ഷൻ പോയി കഴിഞ്ഞിട്ടാണ് നേരെ നമ്മൾ തൊക്കൂര് കഴിഞ്ഞിട്ട് ഇവിടെ കയറുന്നത്, കൊങ്കൺ റെയിൽവേ കയറുന്നത്. രണ്ടായിരത്തി നമ്മുടെ മത്സ്യഗന്ധ എക്സ്പ്രസിന് ഒരു മേജർ ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കരഞ്ചാടി എന്ന സ്റ്റേഷനിൽ. ആ സ്റ്റേഷൻ അടുത്തായിട്ട് 2004 ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഈ ട്രെയിൻ താഴെ വീണിട്ട് ഏകദേശം 20 ആൾക്കാർക്കാണ് ജീവൻ നഷ്ടമായി. ഇപ്പോൾ കൊങ്കൺ റെയിൽവേയിൽ നോൺ മൺസൂൺ ടൈം ടേബിൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൺസൂൺ ടൈം ടേബിളൊക്കെ 3 മണിക്കൂർ കുറവ് മതി. അപ്പോൾ വേഗം എത്തും, സ്പീഡും കൂടുതലാണ്. ഇപ്പം നേരത്തെ 75 ഒക്കെ ആയിരുന്നു മഹാരാഷ്ട്ര ആ ഭാഗത്തൊക്കെ, ഇപ്പോൾ സ്പീഡ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പിടിച്ചിട്ടില്ലെങ്കിൽ ഓൺ ടൈം എത്തും. മത്സ്യഗന്ധ അങ്ങനെ പിടിച്ചിടുന്ന കുറവാണ് കേട്ടോ, വളരെ കുറവാണ്. മത്സ്യഗന്ധ അങ്ങനെ ലേറ്റ് ആകുന്നൊക്കെ ചുരുക്കമാണ്.
സൂര്യോദയ എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. മംഗലാപുരം ജംഗ്ഷനിലൊന്നും ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല കേട്ടോ. മംഗലാപുരം ജംഗ്ഷനൊക്കെ സ്കിപ്പാണ്. ഇനി നേരെ സുരത്കലാണ് സ്റ്റോപ്പുള്ളത്. ജോക്കട്ടേൽ എന്നൊരു സ്ഥലം നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് തോക്കൂർ വരുന്നത്. പാലക്കാട് ഡിവിഷനും കൊങ്കൺ ഏരിയയിലും തമ്മിലുള്ള ഒരു അതിർത്തിയാണത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കൊങ്കൺ ഏരിയയിൽ കയറും. നമ്മുടെ മത്സ്യഗന്ധയുടെ ആദ്യത്തെ സ്റ്റോപ്പായ സുരത്കൽ സ്റ്റേഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. സുരത്കൽ ഇവിടുന്ന് കയറാനുള്ള തിരക്ക് കണ്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടുന്ന് കയറാൻ വേണ്ടി. ഇനി ഇവിടുന്ന് മുൽക്കീൻ എന്ന സ്റ്റേഷനിലും ഫുള്ളാവും കേട്ടോ മത്സ്യഗന്ധ. നമ്മൾ 7 മിനിറ്റ് ബിഫോർ ടൈം ആയിട്ട് ഇവിടെ എത്തിയത്. സുരത്കൽ 3:10 എത്തേണ്ടത് 3:03 ആയപ്പോൾ എത്തി. നേരത്തെ എത്തി ഇവിടെ, നേരത്തെ. ഇനി 3:12 ഇവിടെ നടക്കത്തുള്ളൂ കേട്ടോ. ഈ സുരത്കൽ സ്റ്റേഷനിൽ നിന്നാണ് ഈ റോറോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോറോയുടെ ആ ഒരു റേക്കായി കിടക്കുന്നുണ്ട്. BRN എന്നാണ് ഈ ഒരു ഒറ്റ വാഗൻ്റെ പേര്. അപ്പോൾ BRN ഗുഡ്സ് ട്രെയിനാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ലോറി കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം കൊങ്കൺ റെയിൽവേ ശരിക്കും ഇന്ത്യൻ റെയിൽവേ ആണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേ ആണ്. പക്ഷേ ഇന്ത്യൻ റെയിൽവേ അല്ല, അങ്ങനത്തെ ഒരു സോണാണ് കേട്ടോ. ഒരു പ്രൈവറ്റ് സോൺ പോലത്തെ ഒരു സോണാണ്. അപ്പോൾ ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്ന കറക്റ്റാണെന്ന് എനിക്ക് അറിയത്തില്ല, മഹാരാഷ്ട്ര, കർണാടക, ഗോവ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ സ്ഥലം വേണം, അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ. മലയാളികൾ കുറച്ച് പേരൊക്കെ ഉണ്ട് ഈ കൊങ്കൺ റെയിൽവേ വർക്ക് ചെയ്യുന്ന ക്രൂ ഒക്കെ ഉണ്ട്, ലോക്കോ പൈലറ്റുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കൊങ്കൺ റെയിൽവേ. ബാക്കിയുള്ള സോണിനെക്കാട്ടും കുറച്ച് ഡിഫറൻറ്റാണ്. കൺട്രോളിങ് അതുപോലെ തന്നെ കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൊങ്കൺ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ നമുക്ക് കറണ്ട് ട്രെയിൻ പൊസിഷൻ കാണിക്കും. അതായത് നമ്മുടെ വണ്ടി വിട്ട് സുരത്കൽ നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇത് മറ്റേ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ കൺട്രോളിങ് പാനൽ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അതിൽ ഈ കൊങ്കൺ റെയിൽവേയുടെ ഓടുന്ന വണ്ടിയുടെ എല്ലാം ഡീറ്റെയിൽസ് കാണിക്കും. ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഏത് വണ്ടി എങ്ങോട്ടൊക്കെയാണ്, ഏതിൻ്റെ പുറകിലാണ്, ഏതിൻ്റെ മുന്നിലാണെന്നൊക്കെ കാണിക്കും. ഇതിപ്പോൾ നമ്മുടെ വണ്ടി കാണിക്കുന്നുണ്ടോ നോക്കട്ടെ. നമ്മുടെ വണ്ടി കണ്ട് ഏറ്റവും തുടക്കത്തിലാട്ടോ മത്സ്യഗന്ധ എക്സ്പ്രസ്. ഇനി ഇങ്ങോട്ട് വരുന്ന ഈ ആരോ കണ്ട്, ഈ ആരോ ഇങ്ങോട്ട് വരികയാണ്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഈ ആരോ ഇവിടെ ഒരു ആരോ ഉണ്ട് ഇങ്ങോട്ട്, അത് നമ്മുടെ മുന്നിലാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വണ്ടി ഇതാണ്, മറ്റേ മുരുഡേശ്വർ SMBT എക്സ്പ്രസ് ആ വണ്ടി കേട്ടോ. നമ്മുടെ മുന്നിൽ എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, പക്ഷേ അത് ഒത്തിരി ഗ്യാപ്പുണ്ട്. അതിപ്പോൾ ഭട്കലൊക്കെ ആവാറായി. പിന്നെ ഇങ്ങോട്ട് കിടപ്പുണ്ട് കണ്ടോ, ഇതൊക്കെ മടുകാവ് രത്നഗിരി ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കൊങ്കൺ റെയിൽവേയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ മുന്നിൽ വണ്ടി ഉണ്ടോ ബാക്കിൽ വണ്ടി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു സൈറ്റ് എടുത്ത് നോക്കിയാൽ മതി. പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കട്ട വെയിലാണ് കേട്ടോ കൊങ്കണിലിപ്പോൾ, ഭയങ്കര വെയിലാണ്. യാത്ര ചെയ്യാനിപ്പോൾ ഒരു സുഖമില്ല കേട്ടോ, നല്ല പൊരിഞ്ഞ വെയിലാണ്. സുരത്കലിന് ഇതിനകത്ത് മറ്റേ ഓൺ ബോർഡ് പാൻഡ്രൈഡ് ആൾക്കാർ കയറും കേട്ടോ. അപ്പോൾ അവർ ചായയും സ്നാക്സും രാത്രിയിലെ ഡിന്നറൊക്കെ കൊണ്ടുവരും. ഞാൻ മടുകാതെ എന്തെങ്കിലും വാങ്ങിക്കാത്തുള്ളൂ. കൊങ്കൺ റെയിൽവേയിലെ മാക്സിമം സ്പീഡ് 120 km/h ആക്കാൻ പോവുകയാണ്. എനിക്ക് നാക്കിയെന്ന് തോന്നുന്നു, പക്ഷേ ഈ ട്രെയിൻ എടുക്കത്തില്ല, ഇത് 110 എടുക്കത്തുള്ളൂ. LHP വണ്ടിയാണെങ്കിൽ മൺസൂൺ ട്രെയിനോടല്ലാത്ത സമയത്ത് 120 km/h എടുക്കും കേട്ടോ ചില സ്ഥലങ്ങളിൽ. ഓടുന്നതിനിടയ്ക്ക് തന്നെ താഴോട്ട് വീണോ കേട്ടോ. നോക്ക് ദ്രവിച്ചൊരു പരുവായിരിക്കുക. എന്ത് വണ്ടിയാ ദൈവമേ. ഞാൻ ഈ സാധനം ഇങ്ങനെ കുറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ട് എനിക്കറിയാം താഴെ വീഴുമെന്ന്. അതുകൊണ്ട് ഇതിങ്ങനെ വന്ന് കിടന്നു, അല്ല എൻ്റെ കൈ ഇവിടെ കൈ വന്ന് വീണാൻ. നോക്ക്, സെക്കൻഡ് സ്റ്റോപ്പായ മുൽക്കി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ഞാൻ ഇരിക്കുന്ന സൈഡിലാണ് വെയിലടിക്കുന്നത്, ഡയറക്റ്റ് അടിക്കുക. മുഖമൊക്കെ കറുത്തു പോയി. അതുകൊണ്ട് മുൽക്കായപ്പോൾ ഇപ്പുറത്ത് 2 പേര് വന്നിരുന്നു, പിന്നെ എൻ്റെ ഫ്രണ്ടിൽ 2 പേര് വന്നിരുന്നു കേട്ടോ. ഇവരെനിക്ക് തോന്നുന്നു RAC ആണോ എന്നൊരു സംശയമുണ്ട്, അറിയത്തില്ല.
ആർക്കറിയാം. വണ്ടി ഭയങ്കര കുലുക്കം വന്നു. എനിക്ക് കടകടകടകടകടോന്നും പറഞ്ഞ കിടന്നങ്ങ് അടിക്കുമോ നോക്ക്. ശബ്ദം കേട്ടോ. 110 ഇപ്പോൾ പോകുന്നത്. കടകടകടകടകടാന്ന് പറഞ്ഞ് എല്ലാം കിടന്ന് അടിക്കുമോ കേട്ടോ. നമ്മളിവിടെ എന്തോ ക്രോസിങ്ങിന് പിടിക്കുകയാണ് സംശയമുണ്ട്. ഉടുപ്പിക്ക് മുന്നേ ഇന്നഞ്ചേരി എന്ന സ്ഥലത്ത് കൊണ്ട് തൂക്കി കേട്ടോ. ക്രോസിങ് തുടങ്ങുകയാണെങ്കിൽ മറ്റേ മുരുടേശ്വർ SMBT എക്സ്പ്രസ് കേട്ടോ. അതിപ്പോൾ ഉടുപ്പി കിടക്കുക. ഉടുപ്പിയിൽ നിന്ന് ഇപ്പോൾ വിടും. ഉടുപ്പിക്കുള്ള അടുത്തുള്ള തൊട്ട സ്റ്റേഷനാണ് ഇന്നഞ്ചി എന്ന് പറയുന്നത്. ഇത് കണ്ട ഒരു സ്റ്റേഷനാണെന്നൊന്നും പറയത്തില്ല കേട്ടോ. ഇത് നോക്കി ആകെ എനിക്കൊന്ന് ക്രോസിങ് സ്റ്റേഷൻ വല്ലായെന്ന് തോന്നുന്നു. പ്ലാറ്റ്ഫോം ഒന്നുമില്ല ഗൈസ്. ട്വിസ്റ്റ് മുരുടേശ്വർ SMBT ഒന്നുമില്ല. അതുകൊണ്ട് ഓവർടേക്കാണ് നമ്മളെപ്പോലെ. അയ്യോ ദൈവമേ, ഇത് ഏതാ വണ്ടിയിലാ പറയാം. വണ്ടി പോട്ടെ. വണ്ടി പോയതിൻ്റെ പേരിൽ തന്നെയുണ്ട് റോക്കറ്റ്. ഇത് മറ്റേ മംഗലാപുരം മുംബൈ CST സൂപ്പർ ഫാസ്റ്റാണ്. അത് വിടാൻ ലേറ്റായിരുന്നു. നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്ത് വന്ന അവിടെ നിന്ന് മംഗലാപുരത്ത് നിന്ന്. അപ്പോൾ അത് തിരിച്ച് ഓവർടേക്ക് ചെയ്ത് നമ്മളെ. അപ്പോൾ ഇനി മറ്റേ വണ്ടിയും തിരിച്ച് വരുമെന്ന് ആർക്കറിയാം. മറ്റേ വണ്ടി തിരിച്ച് വന്നിട്ട് ഇത് വിടുന്നതെങ്കിൽ തീർന്ന്. ആ വണ്ടി ഓവർടേക്ക് എടുക്കാൻ കാരണം അതാണ് ആദ്യം പോകേണ്ടത്. ഷെഡ്യൂൾ ടൈം അതിൻ്റെയാണ് ആദ്യം. ആദ്യം മംഗലാപുരത്ത് നിന്ന് വിടുന്ന ആദ്യമാണ്, മുംബൈ എത്തുന്നത് ആദ്യം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓവർടേക്ക് അടിച്ചത്. കാരണം അതുമല്ല, അതിന് സ്റ്റോപ്പും കൊള്ളാം. അത് നല്ല വണ്ടിയാണ്, കിടുക്കൻ വണ്ടിയാണ്. ഇതിലേക്കായിട്ട് സൂപ്പർ വണ്ടിയാണ്. വെയിലാണെങ്കിലും നല്ല ക്ലിയർ കാലാവസ്ഥയാണ്. കണ്ടോ, സ്കൈ ഒക്കെ കണ്ടോ, നല്ല സ്ഥലം കാണാൻ. ചില സമയത്ത് ഈ വിൻ്റർ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര മോശം ഒരു കാലാവസ്ഥയായിരിക്കും. കാരണം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഒരു ഫേവറബിൾ അല്ലാത്തൊരു കണ്ടീഷനാണ്. അയ്യോ, അതാണ് വണ്ടി വിടാൻ പോയി കയറട്ടെ. അപ്പം മറ്റേ ആ മുരുടേശ്വർ SMBT അവിടെ ഉടുപ്പി തേച്ചിട്ടേക്കുക. നേരത്തെ പോയ വണ്ടി ഇനിയിപ്പോൾ നമ്മളും പോയിട്ട് അതിനിങ്ങോട്ട് വിടത്തുള്ളൂ. നമ്മൾ ഉടുപ്പി എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി ലേറ്റാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. അപ്പുറത്ത് കണ്ട് നമ്മുടെ മുരുടേശ്വർ SMBT എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ 2 വണ്ടി തേച്ചൊട്ടിച്ച് ഇവിടെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. ഈ വണ്ടിക്കകത്ത് ആൾക്കാർ കയറുന്ന എല്ലാവരും മംഗലാപുരത്തുനിന്നാണ് കേട്ടോ. അവിടെ നിന്ന് ഈ വണ്ടി ഫുള്ളാവും. ഫുള്ളായിട്ട് ഓടുന്നൊരു കിടുവണ്ടി. ഇവിടുത്തെ മലബാറാണ് ഈ വണ്ടി. നമ്മുടെ വണ്ടി ഫുള്ളായി ഗൈസ്. ഉടുപ്പിയായപ്പോൾ ആൾക്കാരെല്ലാവരും കയറി. നമ്മുടെ മത്സ്യഗന്ധം ഫുള്ളായി. ഇപ്പോഴാണ് മത്സ്യഗന്ധം ഒന്ന് വൈബായത് കേട്ടോ. ഫുള്ള് ആൾക്കാർ കയറി. എല്ലാവരും ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര വർത്തമാനവും കാര്യങ്ങളൊക്കെയാണ്. അയ്യോ, അവിടെ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നല്ല എന്തായിട്ട് നമുക്ക് മേടിക്കാം. വടാപ്പാവൊക്കെയാണ്. വടാപ്പാവും സമോസയും പിന്നെന്തോ ഓംലെറ്റോ അതൊന്നും വേണ്ട. വടപ്പാവൊക്കെ മുംബൈ പോയി അടിക്കാൻ നല്ലത്. ഞാൻ സെക്കൻഡ് ടൈമാണ് മത്സ്യഗന്ധയിൽ കയറുന്നത്. ഫസ്റ്റ് ടൈം കയറിയത് ഞാനാണെന്ന് ഇവിടെ നിന്ന് മൂകാംബികയുടെ മടുകാവ് പോകാൻ വേണ്ടി കയറിയതാണ്. സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ കയറുന്നത്. 2 തവണ കയറിയപ്പോഴും മോശം കോച്ചായിരുന്നു. ഉടുപ്പ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുത്ത സ്റ്റോപ്പാട്ടോ ബർക്കൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് കേട്ടോ. ബർക്കൂർ. ലേറ്റായിട്ട് നമ്മൾ കുന്താപുര എത്തി. കുന്താപുര ആയിട്ടുള്ള അടുത്ത സ്റ്റോപ്പാണ് ബൈൻഡൂർ കേട്ടോ. ബൈൻഡൂരിന് തൊട്ടടുത്താണ് കുന്താപുര സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഈ കോച്ചിനെക്കാട്ടി എന്തും കൊണ്ട് ഭേദമാണ് മലബാറിലെ മാവേലിയിലെ കോച്ചുകൾ. അതൊക്കെ പിന്നെ നല്ല കോച്ചുകളാണ്. ഇത് എന്ത് ശോകമാണ് നോക്കും. ഓരോന്നൊക്കെ ആനങ്ങുന്ന് പിടിക്കുന്ന
ഭയങ്കര ശോകം കോച്ചാ കേട്ടോ. നമ്മളങ്ങനെ ബൈൻഡൂർ മൂകാംബിക റോഡ് എത്തി. 4:40 എത്തേണ്ടതാണ്. എത്തുന്നത് 5:24 കേട്ടോ. പയ്യെ ലൈറ്റ് കൂടി വരികയാണ്. ബൈൻഡൂർ കയറാൻ അധികം ആൾക്കാരില്ല, പക്ഷേ ഇവിടെ ഇറങ്ങാൻ ആൾക്കാരുണ്ടാവും കേട്ടോ. ഈ മടുകാവ് വരെ ശരിക്കും ടണലുകൾ ഭയങ്കര കുറവാണ് കേട്ടോ. മടുകാവ് ഉണ്ട് ടണലുകൾ വരുന്നത്. ഇപ്പം കുറവാണ്, ഭയങ്കര കുറവാണ് ഇപ്പം. മൂകാംബികയുടെ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ ഭട്കൽ. ഇപ്പം നേരെ എത്തി തുടങ്ങി. സമയം ഇപ്പം 6 മണിയാവുന്നു. ഭട്കൽ എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു NMG ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടോ. നമ്മളിവിടെ പിടിച്ചിരിക്കുന്ന ക്രോസിങ്ങിന് വേണ്ടിയാണ്. നമ്മുടെ രണ്ടാമത്തെ ക്രോസിങ്ങാണിത്. മറ്റേ മടുകാവ് മംഗലാപുരം പാസഞ്ചർ ഉണ്ട്, അതിന് വേണ്ടിയാണ് പിടിച്ചിരിക്കുന്നത്. കാണാൻ പറ്റത്തില്ല, കാരണം വണ്ടി അപ്പുറത്തോടാണ് പോകുന്നത്, അപ്പുറത്തെ പ്ലാറ്റ്ഫോം. ഇതിങ്ങനെ നടുക്കൊണ്ടിട്ടേക്കും ഈ സാധനം. ഇതേ വരുന്നത് പാസഞ്ചർ ഉണ്ടോ, അത് വന്ന് ഇനി നമ്മൾ പുറപ്പെട്ടോളും. ഇന്ന് ചന്ദ്രനൊക്കെ നേരത്തെ ആണല്ലോ, ഇന്ന് സൂര്യനല്ല കേട്ടോ, ചന്ദ്രനാണേ. ഇപ്പം നമ്മുടെ മത്സ്യഗന്ധയുടെ ഡെയിലി ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറായി കേട്ടോ. 5:10 ഇവിടെ എത്തേണ്ട, മുരുടേശ്വർ എത്തേണ്ട മത്സ്യഗന്ധം എത്തുന്നത് 6:10. സൂര്യൻ ഇങ്ങനെ പയ്യെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നല്ല, അസ്തമിച്ച് കയ്യിൽ. ഇനിയിപ്പം രാത്രിയുടെ കൂരിരുട്ടിൽ നമ്മൾ അകപ്പെട്ടു പോവും. അയ്യോ വേണ്ട, ഭയങ്കര സാഹിത്യമായി പോയല്ലോ. മത്സ്യഗന്ധ എക്സ്പ്രസ് രാത്രിയിലെ സ്റ്റോപ്പൊക്കെ ഭയങ്കര കുറവാട്ടോ ഈ വണ്ടിക്ക്. അടിച്ച് മിന്നിക്കും മിക്കവാറും. അടിച്ച് മിന്നിക്കുമില്ലെന്ന് കണ്ടറിയാം, കാരണം കൊങ്കണല്ലേ. ഈ കോച്ചിൽ എങ്ങനെ കയറി കിടന്ന് ഉറങ്ങുന്നു എനിക്കറിയത്തില്ല. ലോവറിനെക്കാട്ടും കഷ്ടമായിരിക്കും സൈഡ് അപ്പുറം കിടക്കുമ്പോൾ. കാരണം അമ്മാതിരി ട്രെയിൻ നല്ല സ്പീഡിൽ പോകുമ്പോഴേ ഭയങ്കരമായിട്ട് കിടന്ന് ജർക്കാവോ കോച്ചാൻ കിടന്ന് കണ്ടോ. ഞാൻ കിടന്ന് ഇവിടെ കിടന്ന് പറഞ്ഞിങ്ങനെ ആയിക്കോട്ടിരിക്കുക. സമ്മതിക്കണം ഈ വണ്ടി ഇവിടെ ഇത്രയും നാൾ കിടന്ന് ഓടുന്നത്. നമ്മളടുത്ത സ്ഥലമായ ഹൊനാവർ എത്തിയിരിക്കുകയാണ്. കാർവാറൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മൾ 8 മണിക്ക് മടുകാവ് കയറേണ്ടതാണ്. 8 മണിക്കൊക്കെ കയറുമെന്ന് ആർക്കറിയാം. ഈ AirExpress ട്രെയിനിൽ കാണിക്കുന്ന സമയമൊക്കെ ഏകദേശം കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഹൊനാവർ നമ്മളിപ്പോൾ 6:30 ഇപ്പം ഡിലേ എന്ന് പറയുന്നത് 59 മിനിറ്റാണ്. ഇനിയിപ്പോൾ കുംത, ഗോകർണ റോഡ്, അങ്കോല, കാർവാർ, മടുകാവ് വിട്ടാൽ പിന്നെ സ്റ്റോപ്പ് വളരെ കുറവാണ് കേട്ടോ. മടുകാവ് വരെയാണ് ഇഷ്ടം പോലെ സ്റ്റോപ്പുള്ളത്. മടുകാവ് ഇവൻ കാണിക്കുന്ന 8:35 എത്തുകൊണ്ടാണ് കേട്ടോ. 8 മണിക്ക് എത്തൂലേ, 8:30 ആവും എന്തായാലും എത്താൻ. എന്തായാലും കറക്റ്റാണ്. ഞാനിവിടെ S8 വന്ന് S8 ഉണ്ടോ, നല്ല കിടിലൻ കോച്ച്. എൻ്റെ കോച്ച് മാത്രം ഒരുമാതിരി, ഞാനൊന്നും പറയത്തില്ല, ഐഡിയായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ മംഗള എക്സ്പ്രസ് കിടക്കുന്നത്. ഹായ് മംഗള, എത്ര അഴകായിട്ടുള്ള വണ്ടിയാണെന്ന് നോക്കിയാൽ. എപ്പോഴും ഗോവയൊക്കെ വരുമ്പോഴേ മംഗളാരൊക്കെ വരുമ്പോൾ തിരിച്ചു പോകുന്ന ഒരു വണ്ടിയാണ് ഈ മംഗള എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് മംഗളയോട്. എനിക്ക് മംഗലാപുരം സെൻട്രലിൽ നിന്ന് മുംബൈ LTT വരെ പോകാൻ വേണ്ടി മത്സ്യഗന്ധയ്ക്ക് 565 രൂപയാണ്. സൂപ്പർ ഫാസ്റ്റ് ഫെയറാണ് കേട്ടോ. മത്സ്യഗന്ധ മിർജാൻ എന്ന സ്റ്റേഷനിൽ കണ്ട് ലൂപ്പിൽ കയറ്റുവാണ്. എനിക്ക് തോന്നുന്നു എന്തോ ക്രോസിങ് ഞാൻ തോന്നുന്നു, പക്ഷെ ഞാൻ ആപ്പിൽ നോക്കിയിട്ട് ക്രോസിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ഗുഡ്സ് ആയിരിക്കും. ഗുഡ്സ് ട്രെയിൻ അല്ല കേട്ടോ, പഞ്ചഗംഗ എക്സ്പ്രസ് കേട്ടോ. കാർവാറിന്ന് ബംഗളൂരു പോകുന്നേ, അതാ വരുന്നത്. ഞാൻ നേരത്തെ മംഗലാപുരം ജംഗ്ഷൻ അടിച്ചു കൊടുത്തപ്പോഴാണ് ഒന്നും കാണാനേ. ക്രോസിങ്ങിനായിട്ട് വീണ്ടും പിടിച്ചു. ഇത് ഏതാ സ്റ്റേഷൻ എനിക്ക് പേര് പോലും വായിക്കാൻ പറ്റിയില്ല. ഇപ്പുറത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിലും പേരൊന്നുമില്ല. ഇതേതാ പേരൊന്നും കാണിക്കുന്നില്ലല്ലോ ഇതേമേ. ഇവിടെ മറ്റേ വന്ദേമാതരം വരാൻ വേണ്ടി പിടിച്ച കേട്ടോ.
മടുകാവ് മംഗലാപുരം. ഇവിടെ പിടിച്ചില്ല കേട്ടോ, ഇത് ഗോകർണ റോഡ് സ്റ്റേഷനാണ്. ഇവിടെ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ പിടിച്ചില്ല, പക്ഷെ വന്ദേ ഭാരത് അവിടെ കിടപ്പുണ്ട് മുന്നിലെങ്ങാണ്ട് ഏത് സ്റ്റേഷനിൽ. ഇനി നമ്മൾ പോകാൻ വേണ്ടി അതിനെ പിടിക്കുമോ ആർക്കറിയാം. അമ്മേ, വന്ദേ ഭാരത് നമുക്ക് വേണ്ടി ഇവിടെ അങ്കോല സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വന്ദേ ഭാരത് ഇവിടെ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ട ആരും ഇല്ല ഈ വീതിയിൽ. നോക്ക്, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമുക്ക് എടുത്തപ്പോൾ തന്നെ എന്തോ എടുപ്പാന്ന് നോക്കി. അതും മെയിൻ ലൈൻ കൂടെ അതുകൊണ്ട് അയ്യോ സ്പീഡ് എടുക്കുന്നുണ്ട് സാധനം. അടിപൊളി. മണിക്കൂർ 5 മിനിറ്റ് ലേറ്റായിട്ട് നമ്മളിവിടെ കാർവാർ എത്തുന്നത് കേട്ടോ. നമ്മൾ 6:46 വരേണ്ട വണ്ടി 7:51 ആയപ്പോഴെത്തി. അങ്ങനെ നമ്മൾ 8:50 ആവാറായപ്പോൾ തന്നെ മടുകാവ് ജംഗ്ഷനിലേക്ക് കയറുകയാണ്. മടുകാവിലെ യാർഡാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി ഒരു മണിക്കൂർ അടുപ്പിച്ച് ഇപ്പോഴും ലേറ്റാണ്. മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അങ്ങനെ മടുകാവിലേക്ക് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മലയാളികളുടെ ചായക്കട ഇവിടെ നിന്ന് ഇപ്പോഴും ഇവിടെ വരുമ്പോൾ കഷ്ടം കഴിക്കും കേട്ടോ. അതുകൊണ്ട് ആ പിസ്സ ഹട്ടിന് അപ്പുറത്തെ കട ഉണ്ടല്ലോ, ആ സൗത്ത് ഇന്ത്യനൊക്കെ പറഞ്ഞാൽ അത് മലയാളികളുടെ കടയാണ്. അടിപൊളിയാണ്. അവിടെ നല്ല അടിപൊളി വെജ് ഫുഡ് എല്ലാം കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് മടുകാവിൽ. ഇനി ഇവിടുന്ന് ഒരു സെറ്റ് ആൾക്കാർ കയറി ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ മത്സ്യക്ക് സ്റ്റോപ്പർ കേട്ടോ. ഇനി കൂടുതലുള്ള അടുത്ത സ്റ്റോപ്പ്. നമ്മൾ മടുകാവ് എത്തിയപ്പോഴേക്കും സീറ്റിൽ നിന്ന് ഇറങ്ങിയ പോലും ഇല്ല. അതിന് മുമ്പ് ഫുഡ് ഉണ്ട് തന്നു ഇവിടെ ജെല്ലി കൂടെ. ഇതിനാ മറ്റേ ദാൽ തടുക്ക റൈസ് ബോൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ബോളിനകത്ത് ദാൽ തടുക്കയും ചോറും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. നമ്മുടെ മത്സ്യഗന്ധയ്ക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട്. ലോക്കപ്പ് ആയിട്ട് എല്ലാവരും മാറി വേറെ ക്രൂ കയറും. അപ്പോൾ അത് മാറാനുള്ള ടൈമും പിന്നെ ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റ് കണ്ട് പലരും ഫുഡ് മേടിക്കാൻ വേണ്ടി പുറത്തിറങ്ങും. അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ പോകുന്നു. ദാൽ തടുക്ക റൈസ് ബോൾ എന്ന് പറഞ്ഞ സാധനം കിച്ചടി കേട്ടോ, വെറുതെ. അയ്യോ ദൈവമേ, കിച്ചടിയുടെ ഐറ്റം. ഇങ്ങനെ ക്രൂ ചേഞ്ച് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മത്സ്യഗന്ധ ഇവിടെ മടുകാന്ന് പുറപ്പെട്ട് കറക്റ്റ് 9 മണിയായപ്പോൾ കേട്ടോ. കറക്റ്റ് 10 മിനിറ്റ് നിർത്തി. 9 മണിയായപ്പോൾ നമ്മുടെ മത്സ്യഗന്ധ പുറപ്പെട്ടു. നമ്മളങ്ങനെ മടുകാവൊക്കെ വിട്ട് മജോർദ ജംഗ്ഷൻ ഉണ്ട്, അതായത് ഇവിടെ നിന്ന് വാസ്കോയിലേക്ക് തിരിയുന്ന ജംഗ്ഷനാണിത്. മജോർദ ജംഗ്ഷനിൽ സ്വിച്ച് ചെയ്ത് നെഗ്നഗിരി റൂട്ടിൽ കയറുവാണ് നമ്മൾ കേട്ടോ. സൈഡിലോട് കിട്ടിയേ ഇവിടെ സൈഡ് അപ്പറിൽ ഉണ്ടായിരുന്ന അവർക്ക് അപ്പുറത്തിൻ്റെ കോച്ചാണ് സീറ്റ്. അപ്പോൾ അവരുടെ എന്തോ RAC എന്തോ വേറെന്തോ കൺഫേം ആയി അങ്ങനെ എന്തോ പോയി. ഈ ഗോവയിൽ വരുന്ന ചരക്കുകളുടെ മെയിൻ കേന്ദ്രമാണ് ഈ വെർണ എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു ഗുഡ്സ് യാർഡ് ഉണ്ട് കേട്ടോ. ഈ വെർണ വാസ്കോഡഗാമയിലൊക്കെ മറ്റേ കൽക്കരി കോളൊക്കെ കയറ്റി വിടുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ അതല്ല, അല്ലാത്ത ചരക്ക് വണ്ടികളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഈ വെർണ എന്ന് പറയുന്നത്. ഇവിടെ ക്രോസിങ്ങിന് പിടിച്ചേക്കുവാണ്. മറ്റേ ഈയിടെയായിട്ട് തുടങ്ങിയ ഒരു വണ്ടി ഉണ്ട്, ഒരു ബാന്ദ്ര മടുക എന്ന് പറഞ്ഞ്, ആ വണ്ടി വരാൻ വേണ്ടി. ഈ വണ്ടി ഇലക്ട്രിക്കൽ ഓടുന്ന, അത് കണ്ട് ഡീസൽ ഹൂബ്ലിയുടെ ഒരു WDP4 ആ ലോക്കോ ഇമ്പോർട്ടൻ്റ് ലോക്കോയാ. അതിൻ്റെ കളർ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ ഇതിന് ഡീസൽ വെച്ച് ഓടുന്നു. എന്താണ് എന്തോ കാരണം കഴിഞ്ഞിട്ടൊരു വലിയൊരു പാലയില്ല. ആ പാലം കേട്ടോ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് കിടില ലുക്ക്. രാത്രിയിലേക്ക് ബ്ലൂ ലൈറ്റ് കിടില നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ രാത്രി 10:45 കേട്ടോ. എല്ലാവരും കിടന്ന് രാവിലെ എവിടെ എത്തുന്നോ അവിടെ വെച്ച് കാണാം. സമയം ഇപ്പോൾ രാവിലെ 5:15 നമ്മളതുകൊണ്ട് പനവേൽ എത്തിക്കൊണ്ടിരിക്കുക. ഒരു 15-20 മിനിറ്റ് ലേറ്റേ ഉള്ളൂ കേട്ടോ. ഡേറ്റൊക്കെ കുറഞ്ഞ ശകലം നമ്മളങ്ങനെ പനവേൽ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക.
പനവേല് സാറിന് ഒന്നിലൊക്കെ കയറുന്നത്, പക്ഷെ ഇത് ഒന്നിലല്ലല്ലോ, 2ലോ 3ലോ എങ്ങാണ്ടാന്ന് തോന്നുന്നു കയറ്റുന്നത്. നമ്മളിപ്പോൾ പനവേല് കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് താനെയാണ്. താനെ ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ട്രെയിനിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ കേട്ടോ. ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം താനെയായിരിക്കും ഇറങ്ങുന്നത്. നമ്മളൊന്നും മടുകാവ് വെച്ച് കണ്ടില്ലേ ലക്ഷറി ട്രെയിൻ. ആ കിടക്കുന്ന കേട്ടോ ഡെക്കനടിച്ചി. ഓ അടിപൊളി അടിപൊളി ഡെക്കനടിച്ചി കേട്ടോ. നമ്മളിപ്പോൾ ദിവാ ജംഗ്ഷൻ വെച്ചിട്ട്, ദിവാനാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഡെക്കനടിച്ചി കിടക്കും. ഇത് ഇവിടെ നിന്നോ പോയിട്ട് ഇവിടെ വന്ന് കിടക്കുമെന്നു. അതിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ, ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. ഫുള്ള് ഓണാണ്. നമ്മളിപ്പോൾ ഇത് 2ാമത്തെ തവണ കാണുന്നത് കേട്ടോ ഡെക്കനടിച്ചി. ഒരു ഡീസൽ ലോക്കോ ആയോണ്ട WDG 40 ഗുഡ്സ് ലോക്കോയാ. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിപ്പോയി. ഇവരെല്ലാം താനെ ഇറങ്ങാനുള്ള ആൾക്കാർ. കാരണം താനെ ഇപ്പം എത്തും. ചന്ദ്രനെ കണ്ടോ, സൂപ്പർ മൂണിനെ ഒക്കെ പോലെ ഇരിക്കുന്നല്ലേ, ചുമന്നിരിക്കുന്നത് കണ്ടോ. നമ്മൾ ഇന്നലെ നേരെ കിട്ടുന്നതിന് മുമ്പ് ചന്ദ്രനെ കണ്ടതാ. ഞാനിവിടെ ട്രാക്ക് സൈഡ് വന്നിരുന്നേ, നല്ല രസം. ഇവിടെ ഞാൻ ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല രസം കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ട്രെയിനിൽ യാത്രയാണ്, അടിപൊളിയായിരിക്കും. എന്തോ കഴപ്പൊക്കെ അല്ലേ, ഇവരെന്ത് കഴപ്പായി പറയുന്നത്. താനെ സ്റ്റേഷൻ്റെ ഔട്ടറിൽ കൊണ്ട് പിടിച്ചിരിക്കുക കേട്ടോ. ഇനിയിപ്പം പിടിച്ചായിരിക്കും പോകുന്നത്, കാരണം നമ്മൾ ഏകദേശം ഓൺ ടൈം എത്തിയത്, അതിന് ഡിലേ ആക്കും. ഇനിയിപ്പോൾ കുറേ വണ്ടികളാണ്, ഇതെല്ലാം പൂനെ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളാണ്. പൂനെ ഭാഗത്ത് മാത്രമല്ല, കല്യാൺ ഭാഗത്തേക്ക്, അങ്ങനെ കുറേ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ ഇപ്പോൾ കാണാൻ പറ്റും. കാരണം ആ ഒരു മെയിൻ ലൈനല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. ഇതേതോ ഇൻട്രസിറ്റി വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ. ചെയർക്കാറൊക്കെ ഉണ്ട്, ചെയർക്കാറും സെക്കൻഡ് സീറ്റിങ്ങുകളിലൊക്കെ ഒരു ട്രെയിനാണ്, ഏതാണെന്നറിയത്തില്ല. കിട്ടി. അത് മുംബൈ CSMTന് നാന്ദേഡ് പോകുന്ന തപോവൻ എക്സ്പ്രസ് ആട്ടോ, ഒരു ഇൻട്രസിറ്റി വണ്ടിയാണ്. അത് ഇവിടെ നിന്ന് വൈകിട്ട് നാന്ദേഡ് എത്തും. അങ്ങനെ നമ്മുടെ മത്സ്യഗന്ധയുടെ അവസാനത്തെ സ്റ്റോപ്പായ LTT എത്തുന്നതിന് മുമ്പുള്ള അവസാനത്തെ സ്റ്റോപ്പായ താനെ നമ്മളെത്തി കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടി ഏകദേശം കാലിയാവും, കാരണം കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങും. LTTയിൽ പോയി ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ചുരുക്കമാണ്. ഇപ്പം സമയം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. മുംബൈ ലോക്കലൊക്കെ കണ്ടോ, ഫുള്ള് സ്റ്റാൻഡിങ് ആൾക്കാരായി. ഇതൊക്കെ ആൾക്കാരൊക്കെ ഇറങ്ങി കേട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങി നമ്മുടെ മത്സ്യഗന്ധ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അതേ നേരമൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. വണ്ടിയൊക്കെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നേരത്തെ പോയ ആ തേജസ് ഉണ്ടല്ലോ, അത് മുംബൈ CSMTയിൽ മഡ്ഗാവ് പോകുന്ന തേജസ് ആണ്. വണ്ടി പാരലിലൊക്കെ ഓവർടേക്ക് അടിക്കുന്നുണ്ട്. ഇത് ഹൈദരാബാദക്കാരന് വരുന്ന വണ്ടി, അത് തെലുങ്കൊക്കെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇതിലായിട്ട് LTT എത്തിയിട്ടില്ല കേട്ടോ. ഇത് അമരാവതിയിൽ നിന്ന് മുംബൈ CSMTക്ക് പോകുന്ന ഒരു എക്സ്പ്രസ് ആയിട്ട് ഈ കിടക്കുന്നത്. അതിവിടെ പിടിച്ചിട്ടേക്കോ. നമ്മൾ ഈ സൈഡിൽ കൂടെ കയറി പോവാം. ഓവർടേക്കാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ പയ്യെ LTTയിലേക്ക് കയറുകയാണ്. LTTയിൽ കയറാൻ നേരത്തെ കണ്ട് വിശാഖപട്ടണത്തേക്ക് പോകുന്നൊരു എക്സ്പ്രസ് കണ്ടി ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുക കേട്ടോ. ട്രാക്കിലൊക്കെ കിടക്കുന്ന കണ്ടോ, എന്തോ കച്ചറയാന്ന് നോക്ക്. എന്തോ ഇത്. മുംബൈ LTTയിൽ 7 മണി 3 മിനിറ്റ് ആയപ്പോൾ എത്തി. ഇപ്പുറത്ത് കിടക്കുന്ന വണ്ടി
ആ വണ്ടിയുടെ കോലം കണ്ടത്തിന് ഗസ് ചെയ്യാൻ പറ്റി എവിടെ പോകുന്ന വണ്ടിയാണ്. ദിബ്രുഗഡ് പോകുന്ന വണ്ടിയാണ് കേട്ടോ. മുംബൈ LTT ദിബ്രുഗഡ് പോകുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനാണ് കിടക്കുന്നത്. എന്തോ പോലെ ഇതൊക്കെ ഈ കോച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ കഴുകിയിട്ടില്ല, വെള്ളം തൊട്ടിട്ടില്ല, കണ്ടാ അറിയാം. അങ്ങനെ നമ്മുടെ മത്സ്യഗന്ധ എക്സ്പ്രസിന് കയറി നമ്മൾ മുംബൈ LTT വന്നിരിക്കുകയാണ്. നല്ല യാത്രയായിരുന്നു കേട്ടോ. മീൻസ് രാത്രി നല്ല സുഖമായിട്ട് ഇറങ്ങി, ഒരു ശല്യം ഇല്ലായിരുന്നു. പുറത്തുനിന്ന് ആരും ഇങ്ങനെ കയറുക അങ്ങനെയൊന്നും ഇല്ല. സൂപ്പർ യാത്രയായിരുന്നു. കോച്ച് ഒഴിച്ചു നിർത്തിയാൽ കോച്ച് പരശോകം, ഒട്ടും മെയിൻറ്റെയിൻഡ് അല്ല. മീൻസ് അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പഴക്കമുണ്ട്. എൻ്റെ പ്രായമുണ്ട്, 23 വർഷം പഴക്കമുള്ള കോച്ച്. അപ്പോൾ എൻ്റെ കോഡർ ലൈഫൊക്കെ ഏകദേശം തീരാറായ സാധനമാണ്. അതാണ് ഈ എടുത്ത് ഓടിക്കുന്നത്. പിന്നെ ആകെയുള്ള സമാധാനം LHP അലോട്ടാണ്. ഫെബ്രുവരിയിൽ എൻ്റെ LHP വരും എന്നുള്ളൊരു സമാധാനമേ ഉള്ളൂ. എന്നാലും കോച്ചൊക്കെ ഉണ്ടോ എന്താ അല്ലേ, പൊട്ടിപ്പൊളിഞ്ഞ് ശോകം എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ ശോകം. മത്സ്യഗന്ധ വന്ന ഉടനെ അതിൻ്റെ ലോക്കോ ഒക്കെ കണ്ട് ഊരിയിട്ട് കേട്ടോ. ഈ ലോക്കോ തന്നെയായിരിക്കും തിരിച്ചിന്ന് പോകുന്നത്. നല്ല വലിവാട്ടോ ഈ ലോക്കോ. മീൻസ് നല്ല ഹോളിംഗ് കപ്പാസിറ്റി ഉണ്ട്. 23 കോച്ചുണ്ടല്ലോ നമ്മുടെ ഈ മത്സ്യഗന്ധയ്ക്ക്. അപ്പോൾ 23 കോച്ചും വെച്ചുകൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് 1 ton ഒക്കെ ഈസി ആയിട്ട് എടുക്കും ഈ സാധനം. കണ്ടാ 22902 എന്നാണ് ഈ ഒരു ലോക്കോയുടെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ദിബ്രുഗഡ് വണ്ടിയുടെ ജനറലൊക്കെ ഇപ്പോഴേ കുത്തി നിറച്ച ആളായി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എടുക്കുന്ന പോലെ മുംബൈ സെൻട്രലിലെ പോഡ് ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 മണിക്കൂറുണ്ട് ലോക്കലിൽ പോവുകയാണെങ്കിൽ. 1 മണിക്കൂർ എടുക്കും എന്തായാലും. അപ്പോൾ ഇനി ഇവിടെ നിന്ന് തിലക് നഗർ എന്ന സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് ലോക്കൽ എടുത്തിട്ട് വേണം നമുക്ക് സെൻട്രലിൽ പോകാൻ വേണ്ടി. 2 ഇടത്ത് ഇറങ്ങണം. കുർളയിലും ദാദറിലും ഇറങ്ങിയിട്ട് വേണം മുംബൈ സെൻട്രലിൽ പോകാൻ വേണ്ടി. ഞാൻ ഇങ്ങനെ ലോക്കൽ എടുത്ത് ഇവിടെ മുംബൈ സെൻട്രലിൽ വന്നു. ഒന്നും ഷൂട്ട് ചെയ്തില്ല, കാരണം ലോക്കലിൽ ഷൂട്ട് ചെയ്ത് ഭയങ്കര ഇറങ്ങലാണ്, നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാൻ. മുംബൈ സെൻട്രലിൽ ഇവിടെ വണ്ടിയൊന്നുമില്ല, ട്രെയിനൊന്നുമില്ല, ആകെ ഒറ്റ ട്രെയിൻ നടപ്പുള്ളൂ. എന്താണ് എന്തോ. ഇപ്പോൾ നമ്മുടെ അർബൻ പോൾ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഇനി കുളിച്ച് ഫ്രഷ് ആവണം. മൊത്തം ഈ ആകിതായിട്ടിരിക്കുക. കുളിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമേ. അപ്പോൾ ഇനി ചെക്ക് ഇൻ ചെയ്തിട്ട് റൂം കാണിച്ചിട്ട് വീഡിയോ ഉണ്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ സ്റ്റേ ഇന്ന് നാളെ ഇവിടെ നിൽക്കും. നാളെ രാത്രിയിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സ്റ്റേ മുംബൈ സെൻട്രലിലെ പോഡ് ഹോട്ടൽ നമ്മൾ എത്തിയിരിക്കണം. അർബൻ പോഡ് എന്ന ഹോട്ടൽ ഞാൻ പലതവണ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് സംഭവം. കണ്ട, അതായത് ഒരു പ്രൈവറ്റ് പോഡ്, ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു പോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ട, അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. മത്സ്യഗന്ധ എക്സ്പ്രസിൻ്റെ നമ്മൾ അടുത്ത ദിവസം പോകുന്നത് ഭുജിലേക്കാണ്, ഗുജറാത്തിലെ ഭുജിലേക്ക്. ബാന്ദ്ര ഭുജ് AC സൂപ്പർ ഫാസ്റ്റാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഭുജിലേക്ക് കുറേ വണ്ടിയുണ്ട്, ടിക്കറ്റ് കിട്ടി ഈ വണ്ടിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം ഭുജിലേക്ക് പോകുന്ന യാത്രയായിട്ട് വരാം. ഈ പോഡ് ഹോട്ടലിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ബുക്ക് ചെയ്യാൻ വേണ്ടി IRCTC സൈറ്റിൽ പോയിട്ട് റിട്ടയറിംഗ് റൂം ടാബ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.